പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും തുടരും. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. കേസിൽ അന്വേഷണം തുടരുകയാണ്. രാഗേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാഗേഷ്, ഇന്നലെ അടക്കം 92 എംപിമാരാണ് ഇതുവരെ പ്രതിഷേധിച്ചവരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. പ്രതിഷേധിച്ചാൽ സസ്പെൻഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ആഭ്യന്തരമന്ത്രി മറുപടി പറയും വരെ പ്രതിഷേധം തുടരാനുമാണ് ഇവരുടെ തീരുമാനം. എങ്ങനെയാണ് കൂടുതൽ സാഹചര്യം? ഇന്ന് ഏത് രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എംപിമാരുടെ തീരുമാനം? പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. ഇന്നലെ 78 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ സഭാ കാലയളവിൽ ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 92 ഇതിൽ ഇന്നലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ലോക്സഭയിലെ 3 പേർക്കും ഒപ്പം തന്നെ രാജ്യസഭയിൽ 11 പേർക്കും അവകാശ ലംഘന സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെയാണ് അവരുടെ സസ്പെൻഷൻ ഉള്ളത്. ഏതായാലും പാർലമെന്റ് ചരിത്രത്തിൽ ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ എംപിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്നലെയാണ്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നും പ്രതിഷേധം തുടരും. ഈ വിഷയത്തിൽ പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 ആവശ്യങ്ങളാണ് പ്രധാനമായും ഇന്നലെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന്, നിലവിൽ നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന 14 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കുക, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി മറുപടി പറയുക. പക്ഷേ സർക്കാർ പ്രതിഷേധിച്ച മറ്റ് എംപിമാർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ എംപിമാർക്കെതിരെ നടപടിയെടുക്കുന്ന നീക്കത്തിലേക്കും സർക്കാർ കടന്നേക്കും. കാരണം 6 പ്രധാനപ്പെട്ട ബില്ലുകൾ ഇപ്പോൾ അജണ്ടയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക എന്ന ലക്ഷ്യം ഏതായാലും സർക്കാരിനുണ്ട്. പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറയണം എന്നുള്ളതാണ്. ഏതായാലും ഈ അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഇന്നലെ മൈസൂരുവിലും ഒപ്പം തന്നെ കൊൽക്കത്തയിലും അടക്കം പരിശോധനകൾ നടന്നു. മൈസൂരുവിൽ കേസിലെ പ്രതിയായ മനോരഞ്ജന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമ കമ്പനിയായ മെറ്റയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ഭഗത് സിംഗ് ഫാൻ പേജ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തേടിയിട്ടുള്ളത്. കാരണം ഈ കേസിലെ പ്രതികളുടെ ഫോണുകൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ലഭിച്ചത്. അത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടലടക്കം പരിശോധിക്കാനാണ് ഈ ഗ്രൂപ്പിന്റെ അടക്കം വിശദാംശങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിനോട് അടക്കം തേടിയിട്ടുള്ളത്. ശരി.